നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മരശിഖരത്തിൽ തട്ടി KSEB വൈദ്യുത ലൈനുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. ചാലിക്കടവ് പാലത്തിന് സമീപമാണ് അപകട ഭീഷണി ഉയർത്തി തണൽ മരത്തിന്റെ ശിഖരം വളരുന്നത്. KSEB അധികൃതർ അനാസ്ഥ തുടരുന്നു. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം തട്ടിപ്പിനിരയായവരുടെ യോഗം മൂവാറ്റുപുഴയിൽ ചേർന്നു. CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. തട്ടിപ്പിനിരയായവർക്ക് നിയമസഹായം നൽകുമെന്ന് CPM. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്, കർശന നടപടി സ്വീകരിക്കണം. LDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ N അരുൺ. വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും N അരുൺ. കായിക പരിശീലന കളരിക്ക് തുടക്കമിട്ട് നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. കിഴുക്കാവിൽ തോട്ടിൽ മാലിന്യം തള്ളി. നഗരത്തിലെ ശുദ്ധജല സ്രോതസ്സായ തോട്ടിലേക്കാണ് മാലിന്യം തള്ളുന്നത്. അടവ് മാലിന്യം ഉൾപ്പെടെ തോട്ടിലേക്ക് തള്ളുകയാണ്. നഗരസഭയുടെ കീഴിലുള്ള വളക്കുഴി ഡംപിംഗ് യാർഡ് സന്ദർശിച്ച് CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് സന്ദർശനം. തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് അനീഷ മാത്യു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി വികസനം മാത്യു കുഴൽനാടൻ MLAയുടെ അനാസ്ഥ തന്നെയെന്ന് മുൻ MLA എൽദോ എബ്രഹാം. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർക്ക് കത്ത് നൽകി മുൻ MLA. ആരിക്കുട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച. കൊച്ചിൻ മ്യൂസിക് ഡ്രീംസ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. വാർത്തകൾ വിശദമായി. യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി KSEBയുടെ വൈദ്യുത ലൈനുകൾക്കിടയിലൂടെ മരശിഖരം വളരുന്നു. ചാലിക്കടവ് പാലത്തിന് സമീപം ദിനംപ്രതി നിരവധി രോഗികളെത്തുന്ന ആശുപത്രിക്ക് മുന്നിലാണ് അപകട ഭീഷണി ഉയർത്തി തണൽ മരത്തിന്റെ ശിഖരം വളരുന്നത്. നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന 75 കർമ്മ പദ്ധതികളുടെ ഭാഗമായി കായിക പരിശീലന കളരി ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. അവധിക്കാലത്തും തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുവാൻ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതായി ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പറഞ്ഞു. സെന്റ് ജോൺസ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ ബിനോയ് പോൾ, ജിജോ സേവ്യർ എന്നിവർ ചേർന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ബാഡ്മിന്റൺ പരിശീലനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെസ്, ക്യാരംസ് പരിശീലനവും നൽകും. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി കൺവീനറുമായ ജോയി പോൾ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചറക്കാട്ട്, പ്രധാനാധ്യാപകൻ വിനു ജോർജ്, PTA പ്രസിഡന്റ് ആന്റണി പെരേര, MBTA ചെയർപേഴ്സൺ ഷീജ ജിയോ, പ്രോഗ്രാം കോർഡിനേറ്റർ ലാലി ജെയിംസ് എന്നിവർ പങ്കെടുത്തു. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാങ്ങുവാൻ വായ്പയ്ക്കായി അപേക്ഷിച്ച് തട്ടിപ്പിനിരയായവരുടെ യോഗം മൂവാറ്റുപുഴയിൽ ചേർന്നു. കൂടുതൽ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനെ തുടർന്ന് CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ലോയേഴ്സ് യൂണിയന്റെ സഹകരണത്തോടെയായിരുന്നു യോഗം ചേർന്നത്. തട്ടിപ്പിനിരയായവർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിന് മൂവാറ്റുപുഴയിൽ അടുത്ത ദിവസങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് തുടക്കം. അഭിഭാഷകരുടെ നിയമസേവനം ലഭ്യമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി നടത്തിയ കോടികളുടെ തട്ടിപ്പിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് LDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ N അരുൺ. സാധാരണക്കാരെ വഞ്ചിച്ച കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും N അരുൺ ആവശ്യപ്പെട്ടു. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലത്തിലാണ്. BJPയിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുടെ സഹായത്തോടെ തട്ടിപ്പ് നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിവേഷം നൽകിയാണ്. സമഗ്ര അന്വേഷണത്തിലൂടെ സാധാരണക്കാരെ വഞ്ചിച്ച കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് N അരുൺ ആവശ്യപ്പെട്ടു. നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിൽ കായിക പരിശീലന കളരിക്ക് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന 75 കർമ്മ പദ്ധതികളുടെ ഭാഗമായി കായിക പരിശീലന കളരി ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. അവധിക്കാലത്തും തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുവാൻ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതായി ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പറഞ്ഞു. സെന്റ് ജോൺസ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ ബിനോയ് പോൾ, ജിജോ സേവ്യർ എന്നിവർ ചേർന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ബാഡ്മിന്റൺ പരിശീലനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെസ്, ക്യാരംസ് പരിശീലനവും നൽകും. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി കൺവീനറുമായ ജോയി പോൾ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചറക്കാട്ട്, പ്രധാനാധ്യാപകൻ വിനു ജോർജ്,
PTA പ്രസിഡന്റ് ആന്റണി പെരേര, MBTA ചെയർപേഴ്സൺ ഷീജ ജിയോ, പ്രോഗ്രാം കോർഡിനേറ്റർ ലാലി ജെയിംസ് എന്നിവർ പങ്കെടുത്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിലെ ശുദ്ധജല സ്രോതസ്സായ കിഴ്ക്കാവിൽ തോട്ടിൽ വീണ്ടും മാലിന്യം തള്ളി. നിരീക്ഷണ സംവിധാനങ്ങൾ പേരിന് മാത്രമായതോടെയാണ് തോട്ടിലേക്ക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അറവ് മാലിന്യം ഉൾപ്പെടെ തോട്ടിലേക്ക് തള്ളുകയാണ്. പേടിക്കാപ്പള്ളി തട്ടുപറമ്പിൽ നിന്നാരംഭിച്ച് വാഴപ്പിള്ളി, തൃക്ക, നഗരത്തിലെ സ്റ്റേഡിയം, എവറസ്റ്റ് കവല വഴി മൂവാറ്റുപുഴയിൽ എത്തിച്ചേരുന്ന തോട് സ്റ്റേഡിയം പരിസരത്ത് എത്തുന്നതോടെ മാലിന്യം നിറയുകയാണ്. CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യുവിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ കീഴിലുള്ള വളക്കുഴി ഡംപിംഗ് യാർഡ് സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് സന്ദർശനം. സംസ്ഥാന സർക്കാരിന്റെയും ലോകബാങ്കിന്റെയും സഹായത്തോടെ 10 കോടി മുടക്കി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ഡംപിംഗ് യാർഡ് തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും അനീഷ മാത്യു ആവശ്യപ്പെട്ടു. For admissions call 7594054282. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നഷ്ടപ്പെടാൻ കാരണം മാത്യു കുഴൽനാടൻ MLAയുടെ അനാസ്ഥ തന്നെയാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത്, ആരോഗ്യ, ധനകാര്യ മന്ത്രിമാർക്ക് മുൻ MLA കത്തു നൽകിയിട്ടുണ്ട്. 2019-20 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് അനുവദിക്കപ്പെട്ടതിനെ തുടർന്ന് പുതിയ മന്ദിരം നിർമ്മിക്കാൻ ആശുപത്രി വികസന സമിതി യോഗവും നഗരസഭാ കൗൺസിൽ അംഗീകാരവും എടുത്തിരുന്നു. 2021 മെയ്യിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു കുഴൽനാടൻ ഫലപ്രദമായ തുടർ നടപടികൾ എടുക്കാത്തതിനെ തുടർന്നാണ് പദ്ധതി നഷ്ടമായതെന്ന് മുൻ MLA ആരോപിച്ചു. ആരിക്കുഴ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച. പ്രതിഷ്ഠാദിന മഹോത്സവ ദിനമായ ശനിയാഴ്ച രാവിലെ 5:30 നട തുറപ്പ്, മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, കലശാഭിഷേകം, കലശമേളം, ഉച്ചപൂജ, മഹാപ്രസാദൂട്ട്, നട തുറപ്പ്, സർവൈശ്വര്യ പൂജ, ദീപാരാധന, അത്താഴപൂജ, കൊച്ചിൻ മ്യൂസിക് ഡ്രീംസ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയാണ് നടത്തപ്പെടുന്നത്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. മണ്ണത്തൂർ നാവോളിമറ്റം പൊടിപ്പാടയിൽ പരേതനായ ഓനച്ചന്റെ ഭാര്യ ഏലിയാമ്മ നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് നാവോളിമറ്റം നെല്ലിക്കുന്നൽ സെന്റ് ജോൺസ് ഹെർമോൻ യാക്കോബായ പള്ളിയിൽ നടത്തപ്പെട്ടു. പരേത മാറാടി പുറമ്പോക്കിൽ കുടുംബാംഗമാണ്. മക്കൾ ബിനു, മിനി, രഞ്ജിത, റാക്കാട് കുന്നുംകുഴി ജോസ് എന്നിവരാണ് മരുമക്കൾ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.